Hola, how are you? വെൽക്കം ബാക്ക് ടു സ്പാനിഷ് വിത്ത് ലാലി. ഞാൻ ലാലി ജോസഫ്. നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എങ്ങനെയാണ് ഇൻഫിനിറ്റീവ് വെർബ് ഏതൊക്കെ അവസരങ്ങളിൽ ആ ഇൻഫിനിറ്റീവ് വെർബ് അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള ഒരു ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. മനസ്സിലായി? ഇച്ചിരി കൺഫ്യൂസ് പോലെ തോന്നിയല്ലേ? എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻഫിനിറ്റീവ് വെർബ് എന്താണെന്ന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇൻഫിനിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ ER അല്ലെങ്കിൽ IR എൻഡ് ചെയ്യുന്ന വെർബിനെയാണ് ഇൻഫിനിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ. ഈ 3 തരത്തിലുള്ള വെർബ് മാത്രമേ സ്പാനിഷിലുള്ളൂ. അപ്പോൾ ഈ വെർബ് നമ്മുടെ സബ്ജക്റ്റ് പ്രോനൗണായിട്ട് കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം മാറുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ വെർബ് കോൺജുഗേറ്റ് ചെയ്യാതെ 3 രീതിയിൽ നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഹൗ ക്യാൻ വി ലീവ് എ വെർബ് ഇൻ ദ ഇൻഫിനിറ്റീവ് ഓർ അൺകോൺജുഗേറ്റഡ്? അവിടെയാണ് ഇമ്പോർട്ടൻറ്റ്. അൺകോൺജുഗേറ്റഡ്, ഒരു സബ്ജക്റ്റ് വെർബുമായിട്ട് കോൺജുഗേറ്റ് ചെയ്യാതെ ഇൻഫിനിറ്റീവ് വെർബ് എങ്ങനെയാണ് അതേപോലെ നിലനിർത്തിക്കൊണ്ട് നമ്മളൊരു സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? നോക്കാം. ഓക്കെ, നമ്പർ 1. ഇംഗ്ലീഷിൽ നമ്മൾ ജെറൂണ്ട് എന്ന് പറയും. അത് നിങ്ങൾക്കറിയാം. ഇംഗ്ലീഷിൽ ജെറൂണ്ട് എന്താന്ന്? ING എൻഡ് ചെയ്യുന്ന വെർബിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ ജെറൂണ്ട് എന്ന് പറഞ്ഞത്. അതായത് ഈറ്റിങ്, സ്വിമ്മിങ്, റണ്ണിങ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇംഗ്ലീഷിലെ ജെറൂണ്ട് വെർബ് നമ്മൾക്ക് സ്പാനിഷിലെ ആ ഇൻഫിനിറ്റീവ് അതേപോലെ യൂസ് ചെയ്യാം. നമ്പർ 1 എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ, ഓക്കെ, അതായത് വെർബ് പ്ലസ് ING ആയിട്ട് വരുമ്പോൾ അത് നൗൺ ആവുകയാണ്. ഫോർ എക്സാമ്പിൾ, റണ്ണിങ് ഈസ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. അപ്പോൾ റണ്ണിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വെർബ് റൺ അല്ലേ, പ്ലസ് ING ആകുമ്പോൾ റണ്ണിങ്, അതപ്പോൾ ഒരു നൗൺ ആയിട്ട് മാറി. ഇവിടെ ഈ ഒരു സെൻറ്റൻസ് റണ്ണിങ് എന്ന് പറഞ്ഞാൽ ഒരു നൗൺ ആയിട്ടാണത് കൺവേർട്ട് ആവുന്നത് ഇംഗ്ലീഷിൽ. അപ്പോൾ റണ്ണിങ് ഈസ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ റണ്ണിങ് ഇംഗ്ലീഷിലെ ജെറുണ്ട് സ്പാനിഷിൽ നമുക്ക് അവിടെ ഇൻഫിനിറ്റീവ് ആസ് ഈസ് ആയിട്ട് പുട്ട് ചെയ്യാം. അപ്പൊ റണ്ണിന്റെ ഇൻഫിനിറ്റീവ് വെർബ് സ്പാനിഷിൽ എന്താണ്? കൊറേർ. കൊറേർ എന്ന് പറഞ്ഞാൽ ER എൻഡ് ചെയ്യുന്ന സ്പാനിഷിലെ വെർബാണ്. കൊറേർ ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയ അർത്ഥമൊന്നുമില്ല. ടു റൺ എന്നാണ്. കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ആ കൊറേർ മാറി വേറെ രീതിയിൽ വരും. ഇവിടെ നമ്മൾ കോൺജുഗേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ആ കൊറേർ അതേപോലെ പുട്ട് ചെയ്യുകയാണ് ഈ ജെറൂണ്ട് റണ്ണിങ്ങിന്റെ സ്ഥാനത്ത്. അപ്പൊ നമുക്ക് എന്ത് പറയും? റണ്ണിങ് എന്നുള്ളത് നമുക്ക് ആ കൊറേർ എന്ന് മാത്രം പറഞ്ഞാൽ അതിന്റെ അർത്ഥം റണ്ണിങ് എന്നാണ്. നൗണാണ്. നൗണായിട്ട് അത് കൺവേർട്ട് ആവുകയാണ്. കൊറേർ ഈസ് bueno, good, para, for la salud, for your health. മനസ്സിലായല്ലോ? അപ്പോൾ ഇൻഫിനിറ്റീവ് നമ്മൾ അതേപോലെ യൂസ് ചെയ്തത് എവിടെയാണ്? ഇംഗ്ലീഷിലെ ജെറൂണ്ടിലാണ്. ഇംഗ്ലീഷിലെ ജെറൂണ്ട് എന്ന് പറഞ്ഞാൽ വെർബ് പ്ലസ് ING ഫോമാണ്. അത് നൗണാണ്. അവിടെ നമ്മൾ കൊറേർന്ന് മാത്രമേ യൂസ് ചെയ്തുള്ളൂ. കൊറേറിന്റെ വെറുതെ കൊറേർ നിൽക്കുമ്പോൾ ടു റൺ എന്നാണ്. പക്ഷെ ഇവിടെ നമ്മൾ ടു റൺ നല്ല അർത്ഥമാക്കുന്നത്. ഇവിടെ കൊറേർ റണ്ണിങ് എസ് bueno para la salud. സലൂഡ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത്. വേറെ എക്സാമ്പിൾ ഞാൻ പറയാം. leer es divertido. leer ER ചെയ്യുന്ന ഇൻഫിനിറ്റീവ് വെർബാണ് സ്പാനിഷിലെ. ടു റീഡ് വെറുതെ നിന്ന് കഴിഞ്ഞാൽ അതിനൊരു അർത്ഥമില്ല. ടു റീഡ് നമ്മളിപ്പോൾ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ആ ലെയർ വേറെ ആണ്. അപ്പം ഞാനുമായിട്ട് കോൺജുഗേറ്റ് ചെയ്യണം. ഐ റീഡ് എന്ന് ഞാൻ പ്രസൻറ്റേജ് ഇപ്പോൾ അത് ലേയോ എന്നാവും. ലേയോ ലബിബ്ലിയ എന്ന് പറഞ്ഞാൽ ഞാൻ ബൈബിൾ വായിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ലെയർ എന്ന വെർബ് നമ്മളിവിടെ അതേപോലെ ഉപയോഗിക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ്? ഇംഗ്ലീഷിലെ ജെറുണ്ടിൻ്റെ ആ സ്ഥാനത്താണ്. അപ്പം
അപ്പൊ അത് എന്താ വരുന്നത്? റണ്ണിങ് അല്ലേ? റൺ പ്ലസ് ING റണ്ണിങ്, അത് നൗണായി മാറി. അപ്പോൾ ലെയർ എസ് ദിവർത്തിതോ, എസ് മീൻസ് ഈസ് എന്നാണ്. ഈസ് ദിവർത്തിതോ എന്ന് പറഞ്ഞാൽ ഫണ്ണാണ്, വായന ഒരു ഫണ്ണാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് നമ്മൾ ആ ഇൻഫിനിറ്റീവ് അതേപോലെ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് പറയുന്നത്. 3 രീതിയിൽ നമ്മൾ 3 സ്ഥലങ്ങളിൽ നമ്മൾ ആ ഇൻഫിനിറ്റീവ് അതേപോലെ യൂസ് ചെയ്യും. ഇനി ഒരു എക്സാമ്പിൾ കൂടെ പറയാം. നദാർ എസ് സലൂദാബ്ലെ എന്നാണ് നദാർ എന്ന് പറഞ്ഞാൽ. നദാർ എന്ന് പറഞ്ഞാൽ ടു സ്വിം, ഇൻഫിനിറ്റീവ് വെർബ്. ARLND എന്നൊരു ഇൻഫിനിറ്റീവ് വെർബാണ് നദാർ. പക്ഷേ സ്വിമ്മിങ് എന്ന ഇംഗ്ലീഷിലെ ജെറുണ്ട് നമുക്ക് ജെറുണ്ടിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പറയുന്നത് ആസ് ഈസ് നദാർ എന്നവിടെ പറഞ്ഞാൽ അത് ടു സ്വിം എന്നുള്ളത് ഓട്ടോമാറ്റിക് എന്തായിട്ട് മാറി? സ്വിമ്മിങ്. സ്വിമ്മിങ് എസ് സലൂദാബ്ലെ, സ്വിമ്മിങ് ഈസ് ഹെൽത്തി. അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിള് നമ്മൾ എന്താണ് പറഞ്ഞത്, ഈ അൺകോൺജുഗേറ്റഡ് ആയിട്ട് ഇൻഫിനിറ്റീവ് വെർബ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത് വേറൊരു സിറ്റുവേഷനിലും നമ്മൾ ഈ ഇൻഫിനിറ്റീവ് വെർബ് പിന്നെ അൺകോൺജുഗേറ്റഡ് ആണ് ഉപയോഗിക്കുന്നത്. അത് പറയുകയാണെങ്കിൽ കോംപ്ലിമെന്റ് ടു കോൺജുഗേറ്റഡ് വെർബ്. എനിക്ക് മനസ്സിലാകാൻ അറിയത്തില്ല. കോംപ്ലിമെന്റ് ടു കോൺജുഗേറ്റഡ് വെർബ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളൊരു കോൺജുഗേറ്റഡ് വെർബ് അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കോൺജുഗേറ്റഡ് വെർബ്, നിങ്ങൾക്ക് ഇച്ചിരി അഡ്വാൻസ് ആണ് ഈ പറയുന്നത്. കോൺജുഗേറ്റഡ് വെർബ് എന്ന് പറഞ്ഞാൽ വെർബ് ഏത് സബ്ജക്റ്റ് കൊണ്ടോടും കോൺജുഗേറ്റ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് കോൺജുഗേറ്റ് വെർബ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നത്? അതിന് പാറ്റേൺ ഉണ്ട്. ഇപ്പം ഐയോട് കൂട്ടത്തിൽ കോൺജുഗേറ്റം എങ്ങനെയാണത് മാറുന്നത്, യു എങ്ങനെയാണ് മാറുന്നത്, ഹി ഷി, ഇതൊക്കെ സബ്ജക്റ്റ് പ്രോണൗണാണ്. ഇതുകൊണ്ടെല്ലാം കോൺജുഗേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വെർബ് ഉണ്ടെങ്കിൽ അത് സബ്ജക്റ്റ് ആയിട്ട് വരും. അത് കഴിഞ്ഞ് ഒരു വെർബ് വരുന്നുണ്ടെങ്കിൽ ഈ കോൺജുഗേറ്റ് ചെയ്ത് നിൽക്കുന്ന വെർബിന് ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് ആ ഇൻഫിനിറ്റീവ് വെർബ് അതേപോലെ അൺകോൺജുഗേറ്റഡ് ആയിട്ട് നിൽക്കും. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് മനസ്സിലാകുവാൻ വേണ്ടിയിട്ട്. ഞാൻ കംപ്ലീറ്റ് മനസ്സിലാക്കിയിട്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ നിങ്ങളിതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്താണ് ഇൻഫിനിറ്റീവ് വെർബ് എന്താണെന്ന് നിങ്ങൾ ഗൂഗിളൊക്കെ ചെയ്ത് പഠിക്കുക. ഇത് ഇൻഫിനിറ്റീവ് വെർബ് അതാണ് ഏറ്റവും അത്യാവശ്യം പഠിക്കുന്നത്. അപ്പോൾ ആ ഇൻഫിനിറ്റീവ് വെർബ് കോൺജുഗേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഇത് മാറും. അത് IRും IR ഏതെങ്കിലും ഒരു വെർബാണല്ലോ, അതിൻ്റെ ERും പോയി IRൊക്കെ പോയിട്ട് അത് വേറെ വിധത്തിൽ കോൺജുഗേറ്റ്. അപ്പം കോൺജുഗേറ്റ് ചെയ്ത വെർബ് കഴിഞ്ഞിട്ടൊരു വെർബ് നമ്മൾ ആ IR ER ഒന്നും എടുത്ത് കളയത്തില്ല, അതേപോലെ നിർത്തും. അപ്പം നോക്കാം. തേങ്കോക്കെ ഈ ആ ലാ തിയന്ത. തേങ്കോ എന്ന് പറഞ്ഞാൽ തെനേർ എന്ന ERLND എന്ന വെർബ് ടു ഹാവ് എന്നാണ്. തെനേർ വെറുതെ നിൽക്കുമ്പോൾ ടു ഹാവ് എന്നുള്ളത് ഐ ആയിട്ട് തെനേർ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ അത് തെങ്കോ എന്നായിട്ട് മാറും. അപ്പോൾ അവിടെ കോൺജുഗേറ്റ് ചെയ്തൊരു വെർബ് അവിടെ വന്നു. തേങ്കോ, ഐ ഹാവ്. മനസ്സിലായല്ലോ? തേങ്കോക്കെ ഈ ഐ ഹാവ് ടു. ഇവിടെ ഈ തേങ്കോ ഐ ഹാവ് ആണ്. ആ ടുവിന് നമ്മളൊരു പ്രൊപ്പോസിഷൻ കൊടുക്കുകയാണ് കെ. അപ്പൊ തേങ്കോക്കെ IRLND എന്ന വെർബ് ഈർ എന്ന് പറഞ്ഞൊരു ഭയങ്കര തമാശയുള്ള വെർബാണ്. കാരണം എല്ലാ വെർബും IR ER ARLND ആണ്. അപ്പൊ ഇതിന് IR എന്ന് മാത്രമുള്ള ഒന്നുമില്ല, വേറെ ഒന്നുമില്ല, വെറും IR ഈർ എന്ന് പറയും. അതിന് ടു ഗോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആ IR അവിടെ മാറ്റുന്നില്ല, അതേപോലെ പുട്ട് ചെയ്തിരിക്കുക. കാരണം അതിന്റെ മുൻപിൽ ഒരു കോൺജുഗേറ്റഡ് വെർബ് വന്നു, തെങ്കോ, ഐ ഹാവ് ടു ഗോ എന്നാ. IR എന്ന് പറഞ്ഞാൽ ടു ഗോ, അതുപോലെ തന്നെ നിൽക്കുവാണ്, അർത്ഥം അതുപോലെ ടു ഗോ. ആ എന്ന് പറഞ്ഞ ടു ലത്തിയന്ത, ടു ദ സ്റ്റോർ. തെങ്കോക്കെ ഈർ ആ ലത്തിയന്ത. അപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിളാണ് കോൺജുഗേറ്റഡ് വെർബ് കോംപ്ലിമെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കും. ഇവിടെ 2 വെർബുണ്ട്, മനസ്സിലായി? ഒരു വെർബ് കോൺജുഗേറ്റ് ചെയ്തു പോയി, തെങ്കോ. അപ്പോൾ അവന് ശേഷം വരുന്നത് കോൺജുഗേറ്റ് ചെയ്യാതെ തന്നെ നിർത്തണം. അങ്ങനെയാണ് എപ്പോഴും, ഓൾ ദ ടൈം.
എപ്പോൾ കോഞ്ചുഗേറ്റഡ് വെർബ് ഉണ്ടോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വെർബ് ഉപയോഗിക്കണമെങ്കിൽ ആ വെർബ് അൺകോൺജുഗേറ്റഡ് ആയിരിക്കും. മനസ്സിലായോ? ഇനി വേറെ ബോയ് ആ എസ്തുതിയാർ മഞ്ഞാന. കണ്ട ഇവിടെ എന്ത് വന്ന എസ്തുതിയാർ എന്ന് പറഞ്ഞാൽ ടു സ്റ്റഡി. പക്ഷെ അതിൻ്റെ മുൻപിലായിട്ട് ഒരു വെർബ് വന്നത് കോൺജുഗേറ്റ് ചെയ്ത് വന്ന വെർബ് ആയതുകൊണ്ടാണ് എസ്തുതിയാർ ആ ഇൻഫിനിറ്റീവ് അതേപോലെ അവിടെ വെച്ചത്. ഏത് നോക്കാം, ബോയ് VOY തന്നെയാണ് നമ്മൾ ബോയുടെ ബോണ്ട് അങ്ങനെ പറയുന്നത്. അപ്പം ബോയ് എന്ന് പറഞ്ഞാൽ ഈ ഇയർ ഉണ്ടല്ലോ, ഇയർ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റീവ് വെർബ് ഐയുമായിട്ട് കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ അതൊരു ഇറഗുലർ വെർബാണ്. അത് അതിൻ്റെ പാറ്റേണൊക്കെ മാറും. ബോയ് എന്ന് പറയും. ബോയ് എന്ന VOY എന്ന ഒറ്റ വേർഡിൻ്റെ അർത്ഥം ഐ ആം ഗോയിങ് എന്നാണ്, അല്ലെങ്കിൽ ഐ ഗോ. അത് കോൺജുഗേറ്റഡ് വെർബാണ്. ഏത് വെർബ്? അയ്യാ. മനസ്സിലാവുന്നുണ്ടോ? ഈർ എന്ന വെർബ് കോൺജുഗേഷൻ ഐയുമായിട്ട് കോൺജുഗേറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ബോയ്. അപ്പോൾ അവിടെ കോൺജുഗേറ്റ് ഐ ആം ഗോയിങ്. ഈ ബോയ് സബ്ജക്ട് പ്രോണൗൺ എപ്പോഴും ഐ ആണ്. അവനോട് ജോ ബോയ് എന്ന് പറയണ്ട. ബോയ് എന്ന് പറയുമ്പോൾ തന്നെ ഐ ആം ഗോയിങ്. അത്രയും അർത്ഥമാണ്. ഈ 3 വേർഡ് മാത്രമേ ഉള്ളൂ. VOY ഒക്കെ ഇതിൻ്റെ മീനിങ് ഐ ആം ഗോയിങ് ടു എന്നല്ല പറഞ്ഞ ആന്ന് പറഞ്ഞത്. നമ്മുടെ ഇംഗ്ലീഷ് എക്ക് അവർ ആന്ന് പറഞ്ഞത്. അപ്പം ബോയ് ആ കണ്ടോ അൺകോൺജുഗേറ്റഡ് വെർബ്. എസ്തുതിയാർ മഞ്ഞാന. ഐ ആം ഗോയിങ് ടു സ്റ്റഡി ടുമോറോ. ഈസിയാണിത്. പക്ഷെ ഞാനിങ്ങനെ ഇത് പറയുമ്പോൾ പെട്ടെന്നൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നു. പക്ഷേ ഇത് ഈസിയാണ് ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് സെൻറ്റൻസുകൾ മേക്ക് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ. അപ്പോൾ ഒരിക്കലും ഒരു കോൺജുഗേറ്റ് വെർബ് കഴിഞ്ഞ് വരുന്ന വെർബ് മാറില്ല, അതേപോലെ അവിടെ വയ്ക്കും. അപ്പോൾ എന്താണ് ബോയ് ഐ ആം ഗോയിങ് ടു സ്റ്റഡി ടുമോറോ. ഒന്നാമത് നമ്മൾ എങ്ങനെയാണ് ഈ ഇൻഫിനിറ്റീവ് വെർബ് ഉപയോഗിക്കണമെന്ന് നോക്കാം. ആഫ്റ്റർ എ പ്രൊപ്പോസിഷൻ ഇൻ സ്പാനിഷ് വേർ എ ജെറുണ്ട് മൈറ്റ് ബി യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലെ ജെറുണ്ട് അതായത് ING ലെഞ്ച് ചെയ്യുന്ന വെർബ് ആണ് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ സ്പാനിഷിലെ പ്രൊപ്പോസിഷൻ കഴിഞ്ഞ് വരുന്നത് സ്പാനിഷിലെ ഇംഗ്ലീഷിൽ ING ഫോമിൽ എൻഡ് ചെയ്യുന്ന വെർബിൽ നമ്മൾ ഇൻഫിനിറ്റീവ് വെർബ് അതേപോലെ ഉപയോഗിക്കും. ഇപ്പം അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കില്ല. നോക്കാം. ആൻഡ് കൊമേർ ബിഫോർ ഈറ്റിംഗ്. കണ്ട ഈറ്റിംഗ് ING എൻഡ് ചെയ്ത ഇംഗ്ലീഷിലെ ജെറുണ്ട് വന്നു ബിഫോർ ഈറ്റിംഗ്. ആ ബിഫോർ എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോസിഷനാണ്. അത് കഴിഞ്ഞ് വരുന്ന വെർബ് നമ്മൾ കൊമേർ ഇയാൾ എൻഡ് ചെയ്യുന്ന ഇൻഫിനിറ്റ് അതുപോലെ യൂസ് ചെയ്തു. അപ്പം ആൻഡ് കൊമേർ ദെസ്പോയ്സ് ദേ ജഗാർ ആഫ്റ്റർ അറൈവിങ്. കണ്ടോ ING എൻഡ് ചെയ്യുന്നു ഇംഗ്ലീഷിൽ ജെറുണ്ട്. പക്ഷേ അത് നമ്മളവിടെ സ്പാനിഷ് ഉപയോഗിച്ചതാണ് ഇൻഫിനിറ്റീവ്. AR എൻഡ് ചെയ്യുന്ന ഇൻഫിനിറ്റാണ് നമ്മൾ ഉപയോഗിച്ചത്, മാറ്റം വരുത്തുന്നില്ല. പ്രൊപ്പോസിഷൻ കഴിഞ്ഞ് വരുന്നത് ദെസ്പോയ്സ് ജഗാർ. അതുപോലെ ആൾ എൻറ്ററിങ് ING വന്നിട്ടുണ്ട് എൻറ്ററിങ് ഇൻ ഇംഗ്ലീഷിൽ. പക്ഷെ ആൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അർത്ഥം വരുന്നത് ഇത് പ്രൊപ്പോസിഷനാണ്. പ്രൊപ്പോസിഷൻ കഴിഞ്ഞ് വരുന്ന ഇംഗ്ലീഷിൽ ജെറുണ്ട്. അവിടെ നമ്മൾ സ്പാനിഷിലെ അൺകോൺജുഗേറ്റ് വെർബ് യൂസ് ചെയ്തു. ഇത്രേ ഉള്ളൂ. ഈ 3 കാര്യങ്ങൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചത് 3 രീതിയിൽ എങ്ങനെയാണ് അൺകോൺജുഗേറ്റ് ചെയ്ത വെർബ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം അൺകോൺജുഗേറ്റ് വെർബ് എന്ന് പറയുന്നത് എന്താണ്? കൊമേർ ടു ഈറ്റ് എന്നാണ്, അബ്ലാർ ടു സ്പീക്ക് എന്നാണ്, കൊറേർ ടു റൺ എന്നാണ്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ അതിന് വലിയ അർത്ഥമില്ല. ടു റൺ ടു ഈറ്റ് അങ്ങനെയുള്ളൂ. അപ്പോൾ അത് അതേപോലെ യൂസ് ചെയ്യുന്ന 3 സന്ദർഭങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ കൂടെ ഞാൻ പഠിപ്പിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും, ബൈ.